പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ CPM-കാരെ തോൽവി പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ജനദ്രോഹ നടപടികളിൽ മനം മടുത്ത ജനങ്ങൾ കോൺഗ്രസിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറായി എന്നത് ഉൾക്കൊള്ളാൻ സഖാക്കൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പ്രതിഫലനവും പരാക്രമങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ ആക്രമണങ്ങളായും വിവാദ പരാമർശങ്ങളായും CPM-ന്റെ തനിനിറമായി പുറത്തുവന്നത്. CPM-ലെ വിവാദ നായകൻ മണിയാശാൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ വളരെ മോശമായ പരാമർശം നടത്തിയിരുന്നു. അദ്ദേഹത്തിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങളും ഉയർന്നിരുന്നു. പെൻഷൻ സർക്കാരിന്റെ ഔദാര്യമാണെന്നും ജനങ്ങളുടെ അവകാശമല്ലാതെന്നും പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് പെൻഷൻ തരുന്നതെന്ന ധ്വനിയുമാണ് ആശാന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നെന്ന ആക്ഷേപം പലരും ഉന്നയിച്ചിരുന്നു. ആശാൻ തനത് ശൈലിയിൽ വായിൽ തോന്നിയത് പറഞ്ഞതാണെന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. MM മണിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് RSP നേതാവ് AA അസീസ്. ക്ഷേമ പെൻഷൻ നൽകിയത് MM മണിയുടെ തന്തയുടെ വകയല്ല, നമ്മളുടെയൊക്കെ നികുതിപ്പണം കൊണ്ടാണ്, അല്ലാതെ മണിയുടെ കുടുംബത്തിൽ നിന്ന് എടുത്തല്ലല്ലോ ഈ പെൻഷൻ കൊടുത്തതെന്നുമാണ് അസീസ് പ്രതികരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 2500 രൂപ പെൻഷൻ ആക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇന്ന് വരെ 1 രൂപ പോലും വർദ്ധിപ്പിക്കാതിരുന്നിട്ട് അവസാനം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ച് 400 രൂപ വർദ്ധിപ്പിച്ചത് തനി തട്ടിപ്പാണ് എന്ന് പ്രബുദ്ധരായ സമ്മതിദായകർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണ തുടർച്ച ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ സഖാക്കളുടെ വെപ്രാളമാണ് പല രീതികളിൽ കാണാൻ കഴിയുന്നതെന്ന് വിമർശിക്കുന്നവരും സമൂഹ മാധ്യമങ്ങളിൽ കുറവല്ല. പറഞ്ഞത് തെറ്റായി പോയെന്നും നിലപാട് തിരുത്തുന്നുവെന്നും പറഞ്ഞ് ആശാൻ രംഗത്ത് വന്നിട്ടുണ്ട്. അസീസിന്റെ ആ തകർപ്പൻ പ്രസംഗം കൂടി ചേർക്കുന്നു. ഇന്നലെയും ഒരു നേതാവ് പറഞ്ഞു, MM മണി, അദ്ദേഹം പറഞ്ഞു എന്താണെന്ന് അറിയുമോ, ഞങ്ങൾ 2000 രൂപ പെൻഷൻ കൊടുത്ത് അത് വാങ്ങിച്ച് തിന്നുകൊണ്ട് നന്ദിയേട് കാണിച്ചതാണ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ തന്തയുടെ വകയാണോ ഇത്? നമ്മുടെയൊക്കെ നികുതി കൊടുത്ത് ആ നികുതി പണം കൊണ്ട് അല്ലേ ഇത്? അല്ലാതെ മണിയുടെ കുടുംബസ്വത്തല്ലല്ലോ, മണിയുടെ കുടുംബസ്വത്തെടുത്തല്ലല്ലോ ഈ പെൻഷൻ കൊടുത്തത്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 2500 രൂപ പെൻഷനാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇന്ന് വരെ 1 രൂപ പോലും പ്രഖ്യാപിക്കാതിരുന്നിട്ട് അവസാനം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലെത്തിയപ്പോൾ 400 രൂപ വർദ്ധിപ്പിച്ചിട്ടാണ് പറയുന്നത് ഞങ്ങൾ 2000 രൂപ ആയിരിക്കുന്നത്. ആ തുറുപ്പിയിട്ട് ഇറക്കിയിരിക്കുകയാണെന്ന്. പെണ്ണുങ്ങളെ, നിങ്ങളെല്ലാം വീട്ടിൽ ഇരുന്നാൽ മതി, 1000 രൂപ. ഞങ്ങൾ നേതാക്കന്മാർ ഭാരവുമായി വരുന്നുണ്ട്. ഈ തട്ടിപ്പ് ഇതൊരു തനി തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രബുദ്ധരായ സമ്മതിദായകർ വോട്ട് ചെയ്തതെന്ന്. അതുകൊണ്ട് ആ സമ്മതിദായകരെ പ്രത്യേകമായി അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൗൺസിലർമാർ, ഈ കൗൺസിലർമാരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം, ഞാൻ MLA ആയിരുന്നു, ശിവകുമാർ MLA ആയിരുന്നു. നമ്മൾ ഭരണത്തിൽ വന്നാൽ എന്താ ചെയ്യുക? ഗവൺമെന്റ് ആയിരുന്നാലും പാർലമെന്റിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആയിരുന്നാലും ഇന്ത്യ ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയിരുന്നാലും അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രകടന പത്രിക ഇറക്കാറുണ്ട്. ഇവിടെ കോർപ്പറേഷനിൽ ഒരു പ്രകടന പത്രിക ഇറക്കി, UDF ഇറക്കി, LDF ഇറക്കി. UDFന്റെ ബാധ്യത ഇന്നെന്താണ്? UDF ജയിച്ചിരിക്കുന്നു, ആ പ്രകടന പത്രിക അക്ഷരം പ്രതി നടപ്പാക്കാൻ നിങ്ങൾക്ക് പ്രാപ്തരാണ്. അത് നടപ്പാക്കണം. അത് നടപ്പാക്കിയാൽ മാത്രമേ നെഞ്ച് നിവർന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് നമുക്ക് കഴിഞ്ഞ ഗവൺമെന്റ് LDF ഗവൺമെന്റ് അവരുടെ ജനവിരുദ്ധ നയങ്ങൾ മൂലമാണ് അവരെ പരാജയപ്പെട്ടതെന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി പ്രാപ്തരാകണം ഈ കൗൺസിലർമാരും മേയറും ഈ പുതിയ ഭരണ സംവിധാനവും. അതിന് പ്രാപ്തരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.